വയനാട്ടിലെ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പ്രതികൾ പിടിയിൽ. ഹർഷിദ്, അഭിറാം എന്നിവരെയാണ് മാനന്തവാടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിക്കേറ്റ മാദനെ മന്ത്രി OR കേളു ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. മുഹമ്മദ് ഹർഷിദ് അതുപോലെ അഭിരാം ഈ 2 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർ ബംഗളൂരുവിൽ നിന്ന് വയനാട്ടിലേക്ക് ബസ്സിൽ വരുമ്പോൾ പിടികൂടിയെന്നാണ് പോലീസ് അറിയിക്കുന്ന വിവരം. ഇവരുടെ മറ്റ് നിയമ നടപടികൾ പോലീസ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 പ്രതികൾ കൂടിയാണ് പിടിയിലാവാനുള്ളത്. ഈ മുഹമ്മദ് ഹർഷിദിൻ്റെ 3 സുഹൃത്തുക്കളാണ് കാറിലുണ്ടായിരുന്നത്. അങ്ങനെ 4 പേർ, അതിൽ 2 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഇനി 2 പേരെ കൂടി ഉടനെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. കാരണം ഈ പിടിയിലായ പ്രതികളിൽ നിന്നുള്ള വിവരം അനുസരിച്ച് മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ അവരുടെ കൂടി അറസ്റ്റ് ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. മന്ത്രി OR കേളു ഇന്ന് മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റ മാദനെ സന്ദർശിച്ചിരുന്നു. മാദൻ വിവരങ്ങളൊക്കെ മന്ത്രിയുമായി പങ്കുവച്ചു. അതിനുശേഷം മന്ത്രി തന്നെയാണ് ഈ പ്രതികൾ അറസ്റ്റിലായ വിവരം സ്ഥിരീകരിച്ചത്. മാദൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. മാധവൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പം നിലവിൽ അപകട നിലയൊന്നുമില്ല. പക്ഷേ ഇന്നലെ പുറകു ഭാഗത്ത് കുറച്ച് ഒരു കാര്യമായിട്ട് പരിക്കുണ്ട്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വാഹനം ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നെന്തായാലും 2 പ്രതികൾ പിടിയിലായിരിക്കുന്നു. മറ്റ് 2 പ്രതികൾ കൂടി ഉടനെ പിടിയിലാകും എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.